ഞങ്ങളെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു ഇച്ചിരി വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ ഇവന് എന്നെ ഇവിടെ അടുക്കള പണി വരെ ചെയ്യാൻ സമ്മതിക്കില്ല. വീഡിയോ എടുക്കുക വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുക. ഞാൻ പോയി ഒന്ന് എടുത്ത് നോക്കട്ടെ, നന്നാവോന്നറിയൂല. ഇനി ഞാൻ എടുക്കണമെന്ന് പറയുന്നത് ഇനി മുതൽ. ഇവിടെ നിന്ന് 2 പണിക്കാരുണ്ട്. കച്ചറ വെട്ടൽ, മുറ്റമല്ല മുറ്റത്തിൻ്റെ അപ്പുറമൊക്കെ നന്നാക്കുക. അപ്പോൾ ഒരാളിവിടെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുക ഞാൻ പറയുന്നത്. തൊടുന്നതിനാ ഓഫായാലല്ലേ? ഇതാ ഇന്ന് നമ്മളെ പണിക്കാരിതാ പുതിയ ആളാ. വരാനാ मलयालम नहीं जानते, हिंदी जानते, हिंदी बात करो. मेरा नाम ചോദിച്ചില്ലേ? मेरा दुल्फुकर. दुल्फुकरा. सुरेश बाबू. സ്ഥലം कौन खुदा? ബംഗാളി? नहीं बंगाल नहीं है. ഫാമിലി फैमिली उधर है. ഫാമിലി കൊണ്ടുവന്നൂടെ? नहीं ഞങ്ങൾ ഇവിടെ അടിക്കാൻ തുടക്കാരൊക്കെ. फैमिली का पैसा ज्यादा इधर है. चाहिए? वो तनख्वाह देगा, फैमिली रूम देगा. ഓക്കെ, आएगा. പുറത്ത് റൂം വരും. वो मुश्किल नहीं है, थोड़ा थोड़ा मलयालम जानता है. മാധവേട്ടാ, എന്താ മുതലാളി പറയുന്നേ? പോരെ? നിങ്ങളാ മട്ടൽ അവിടെ ഇട്ടില്ലേ? രണ്ട അവിടെ ഒക്കെ വൃത്തിയാക്കി കേട്ടോ. കുറച്ച് ചൂരിൻ്റെ ഇത് നന്നാക്കാനുണ്ട്, ചൂരുണ്ടാക്കണം. ഏല് എന്താ ഞങ്ങൾ കടലാസ് പൂവ് ഇവിടെയൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇവിടെ കുറച്ച് പണിയുണ്ട്. പിന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് സൈഡ് കെട്ടാനുണ്ട്, അതൊരു പണിയുണ്ട്. ഇവിടെ ഞങ്ങൾ ഇന്നലെ ഷീറ്റ് ഇടാനുള്ള കൊട്ടേഷനൊക്കെ എടുത്ത് വന്നിക്ക്. സാധാ ഷീറ്റല്ല. എന്താ നമ്മൾ ഷീറ്റ് ഇടുന്നതിൻ്റെ ഇതിൻ്റെ പേരെന്താ? കാർബണ്. പോളി കാർബൺ ആട്ടോ ഞങ്ങളിടുന്നത്. ചിലപ്പോൾ ഇന്ന് സാധനം വാങ്ങിയിട്ട് തിങ്കളാഴ്ച ചിലപ്പം പണി തുടങ്ങും ഇൻഷാ അല്ലാ. കണ്ടോ ഇവിടൊക്കെ ഞങ്ങളെ കടലാസ് പൂവാണിത്. ഇതൊക്കെ മാധവേട്ടൻ വൃത്തിയാക്കി. ഉപ്പച്ചി ഇവിടെ കച്ചറ വിട്ടേനു. കണ്ടോ പെയിൻറ്റിൻ്റെ പണിക്കാർ മുകളിലന്ന് പണി. ഒരു വാതിലൊക്കെ എന്താ പറയുക പോളിഷ് ചെയ്യും, എന്തോ ചെയ്യാണ് മെഷീനിൽ. നീ വേറെ വണ്ടി ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം, നാളെ പറഞ്ഞുതരാം. ഏതാ എത്ര വണ്ടി? അവിടെ വണ്ടി കച്ചവടമാക്കുകയാണ് പച്ചി. ആരെ വണ്ടി? നമ്മളെ വണ്ടിയോ ഒരു വണ്ടിയോ അറിയില്ല. കണ്ടോ ഇവിടെയൊക്കെ വൃത്തിയായിട്ടോ. നമുക്ക് സെറ്റൊക്കെ ഇടണം. ഇവിടെ TV വർക്ക് ചെയ്യുന്നില്ല. TV-കാരെ വിളിച്ചിക്ക് നന്നാക്കാൻ വരുമായിരിക്കും. കാരണം ഇവിടെ എൻ്റെ ഉമ്മ ഉണ്ട്. ഉമ്മ വാർത്താൻ്റെ ആളാണ്. ഉമ്മക്ക് വാർത്ത കേട്ടാലേ മതി. ഇവിടെ ഇപ്പോൾ പോകുന്നുണ്ട് എന്നോട്. ഇപ്പോൾ TV-കാരെ വിളിച്ചിക്ക് ചെമ്മീൻ വറുത്തിട്ട് ചെമ്മീനെ മണമുണ്ട് ഇവിടെ ഭയങ്കര. ഇതാ നമ്മളെ പെരുമടിയെ കുത്തിരിക്കുന്നത്. നോക്കട്ടെ എഡിറ്റ് ചെയ്യണം. നോക്കട്ടെ, ഇതാണ് ഓൻ എഡിറ്റ്. അത് എഡിറ്റ് ചെയ്യാ. ഗെയിം കളിച്ച് കൊത്തിരിക്കുക 24 മണിക്കൂറും. അതാ പോലെ പരിപാടി. അല്ലാ കറണ്ട് ഇട്ടിട്ടോ ഇവിടെ കുഞ്ഞാവേ. കനക്കൊന്ന് നോക്കിക്കൂടെ? കറണ്ട് പിടിച്ചാലോ? അങ്ങോട്ട് ആയിട്ടില്ല ഇതുവരെ. അല്ലാ നമ്മളെ പേശം ബ്രൂട്ടാ. നിങ്ങളെ കഥമൂസ എപ്പോ പോവും?
പോവില്ല. ആ അതിനാണ് മാതാവിനെ കുറെ നേരം വിളിക്കുന്നേന്ന്. ആണോ മാധവേട്ടാ? നിങ്ങളെ ബഷീർക്ക് വിളിക്കുന്ന നിങ്ങൾ കേട്ടിട്ടില്ല? ബഷീർക്ക് അതിന്റെ മോള് കയറുന്ന വിളിച്ചായിട്ടില്ല? നിങ്ങൾ വരി. ആന്ന് വിളിക്കാൻ കൊറേ നേരം നിങ്ങളെ വിളിക്കുന്നേ. നിങ്ങൾ കേട്ടിട്ട് കേൾക്കാത്ത പാതി എന്നതാന്ന് തോന്നു. ഇതിൽ പൂവുണ്ടാ? പൂ നോക്ക്. കർമ്മോസ് ഇപ്പൊ പോ എല്ലാം ഇതിന് അതാ. ഹലോ, ഇത് അങ്ങോട്ട് താഴേക്ക് വലിച്ചിട്ടാ മതി അല്ലേ? ഇതിപ്പോ എന്തിനാ വെട്ടിയത്? ഉപ്പച്ചിക്ക് ശരിക്കെന്തോ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടേക്ക് ഇങ്ങോട്ട് താഴേക്ക് ഇട്ടാ മതി. ഇത് തേക്കല്ലേ? ഇത് തേക്കൊന്നല്ല. ഇത് മാവട്ടെ ഈ കൊമ്പില്ലേ ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ വെച്ചിട്ടല്ലേ കേട്ടാ. അങ്ങോട്ടേക്ക് അവിടെ കിടന്നോട്ടെ. ഈ ചപ്പില്ലേ, ചപ്പ് തെങ്ങനെ ഇട്ടെടുത്താ നല്ലതാ. ഈ ചപ്പ് ഉടങ്ങിയാലേ നമുക്ക് അതിന് മുകളിൽ സ്നഗ്ഗിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? കത്തിക്കാം. ഈ മഴയത്താ അല്ല അത് ഈ കറണ്ട് പിടിക്കും. അതല്ല ഇത് തീരെ ഉറപ്പില്ലാത്ത മരം അല്ലേ മാധവട്ടെ? തുള്ളി ഉറപ്പില്ല. ഇത് ഈ ചപ്പില്ലേ മാധവട്ടാ? ഇവിടെ വെട്ടിയിട്ട് ലേശം തെങ്ങിനും കൊണ്ട് ഇട്ടിട്ടെടുത്താളി. അതാട്ടാ ആ ചപ്പ് വെട്ടിയിട്ട് ഇങ്ങോട്ട് ഇട്ട് ലേശം തെങ്ങിന് ഇട്ടെടുത്താളി. തെങ്ങിന് ഇട്ടെടുത്താ നല്ലതാ. എത്ര പേശം ഫ്രൂട്ടാ നോക്ക്. ഉണ്ടായിക്കോട്ടെ. നമ്മളെ പേശം ഫ്രൂട്ട് പോയില്ലേ? നമ്മളെ ടോക്കിയോ എന്തായി? പാവ ടോക്കിയൊക്കെ പൊതിഞ്ഞു വയ്ക്കും കുഞ്ഞാവേ. ആ പേശം ഫ്രൂട്ട് മെല്ലാം എണീപ്പിച്ച് കുഴിച്ചിടാൻ പറ്റൂല. ആ അങ്ങനെ മാധവട്ടൊന്ന് ഫോണിലായിരുന്നു അവിടുന്ന്. മോളെ ഏത് റൂമാ മാധവട്ട വേണ്ടിക്ക്? കുഞ്ഞാവൻ്റെ ഏത് റൂമാ വേണ്ടിയേ? നിങ്ങൾക്ക് മോളത്തെ റൂം വേണം തന്നെ ബഷീർക്ക്? ഇപ്പൊ നിങ്ങളെ നോക്കി കുട്ടി വരൂലേ? അതിന് വീണ്ടേക്കേ. ആ ചപ്പ് ലേശം തെങ്ങിന് ലേശം കൊണ്ടിട്ട് എടുക്കണേ. നല്ല വള. ഇതൊന്നും വലിയ വളമൊന്നല്ല. ഇതൊക്കെ വയലിലേക്ക് ഇടാൻ ചെയ്യണം. ഇതൊക്കെ നല്ല വള. തെങ്ങിന് ഇട്ടെടുത്താൽ ഏത് ചപ്പും നല്ലോണം ചീഞ്ഞ നല്ല വള. ഓട്ടം അടക്കണ്ടേ കേട്ടോ. കെട്ടിക്കൊടുത്തല്ലോ എന്തോ കായിന്റെ അറച്ചും കായും ഉണ്ടോ അതില്? കിട്ടൂല. നമ്മളെ ഇത് മീൻ പൊതിയുന്ന ഇലയല്ലേ മാധവട്ട അല്ലേ? ആ മീൻ പൊതിയുന്ന ഇല ഞാൻ വരും. നമ്മളിപ്പോ ഏകദേശം ഇവിടെ വന്നിരിക്കും 4 മിനിറ്റ്. ഈ ക്യാമറ ഇങ്ങനെ തന്നെ, ക്യാമറ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നോക്കണം. ആൾക്കാർക്ക് ബോറടിക്കൂലേ? ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ കാണിച്ചെടുക്കാം. പിന്നെ ഇതേതാ ചെടി, എന്താണ് ഇവർ ചെയ്യണത്, ഇത് എന്തിനാ വെട്ടണത്, ഇനിയിപ്പോ പ്രത്യേകിച്ച് കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് ഭ്രാന്താന്നെങ്കിലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ഭ്രാന്തി തരേണ്ടി പറഞ്ഞു. ഇത് വെട്ടാൻ കാരണം എന്താന്നാ, ഇതിൽ കൂടെ ഇലക്ട്രിക് കമ്പി പോകുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ അപ്പൊ ആ കമ്പി തട്ടില് നമ്മള് ഈ മരം പറ്റിയാൽ പൊടിക്കാണ് നമ്മളെ കറണ്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുമല്ല മഴക്കാലം വന്നാൽ ഇത് മരം ഓരോന്നായി പൊട്ടി പൊട്ടി പോകും. ഉറപ്പില്ലാത്ത മരം. മീനിന് മത്തിയൊക്കെ പൊതിയൂലേ? ആ ഇലയാണിത്. വട്ടപ്പല അല്ലേ? വട്ടപ്പല ഞങ്ങളും അറിയാം. എൻ്റെ പഠിച്ചവനെ ഒപ്പിച്ച് കമ്പി വെച്ച് നിന്നോക്കെ എങ്ങനെയാന്ന്. എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ട് പോകാണ്ടുന്നത്. കമ്പിയല്ലേ? ഏണി. ഏണി ഏണി. അതാ ഇതാ നമ്മളെ പെരുമടിയാൻ ഇതാ കുഞ്ഞാ. ഓക്കെ, ഇതൊന്ന് വെട്ടി തീർത്തിട്ട് മനെ കാണിച്ചതായിരിക്കും.
നമ്മൾ വീടൊന്ന് കാണിച്ചു കൊടുക്കുന്നത് പെയിന്റ് അടിച്ചത്. വീട് പെയിന്റ് അടിച്ച മൊത്തം പെയിന്റ് അടി കഴിഞ്ഞിട്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതൊക്കെ പെയിന്റ് അടിച്ചിട്ടോ ഫ്രണ്ടൊക്കെ കേട്ടോ. എന്താ ഷീറ്റിന്റെ പേര്? പോളികാർബൺ ഇടുന്നത്. കൊള്ളാം. എത്രയാ പറഞ്ഞത്? 53,000 രൂപ. ശരി. പോളിക്ക് തന്നെ അത്ഭുതം. എന്ത് ഇത് ഇത്ര മീറ്ററോ 25 മീറ്ററോ ഇത്ര ഉണ്ടോന്ന് വിളിക്കുന്നത്. ഇതും മേലത്തെയും കൂടെ പിന്നെ അടുക്കളൻ്റെ അതും കൂടെ മൊത്തം എന്താ കൂടുതലാന്നാ? ഇത്രേ നമ്മളെ സിറ്റോട്ട് നീളം കൂടുതലുണ്ട്. ഓൾക്ക് അത്ഭുതം. ഇപ്പൊ വീട് കാണിച്ചു കൊടുത്ത് ഓല് പറയാ നിങ്ങളത് അലക്സ എത്ത അളവ് തെറ്റാ നിങ്ങളെ മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പറയരുത്, നിങ്ങളെയും പൈസ പോകും ഞമ്മളെയും പൈസ പോകുന്നു. ഞങ്ങൾ പറഞ്ഞ എന്റെ വീട് കാണിച്ചു കൊടുത്ത് ഒന്ന് കൊട്ടേഷൻ ഇട്ട് തരാൻ എനിക്ക് 53,000 രൂപ. മേപ്പാടിന്ന് എത്ര പറഞ്ഞു? എത്ര ആൾക്കാർ ഇവരോട് പറയണ്ട് ചെയ്യണ്ട അനാവശ്യമായിട്ട് പൈസ ഇല്ലാത്തപ്പോൾ ചെയ്യരുത് ഇവിടെ ഷീറ്റ് ഇട്ടിലേക്ക് ഭൂമി കുലുങ്ങി വെക്കുക, ഈ പോലെ താഴേക്ക് പോവുക ഒന്നുമില്ല. ഒരു ചോദ്യം, ഈ കറക്റ്റ് അടുത്തേക്കില്ല ഭൂമി താണു ഞാനൊരു കാർ എടുക്കാന്ന് പറഞ്ഞ പുതിയത്. അതൊന്നല്ല, അതിന് ഞാൻ ഉപേക്ഷിച്ച് അതൊന്നല്ല പ്രശ്നം. അനാവശ്യ ചെലവാണിത്, അനാവശ്യ ചെലവ്. ഇങ്ങക്ക് ഇപ്പൊ ഒരു 3 മാസമാണ് ആക്കുഴി മഴ. ആ 3 മാസം ഇവിടെ നിന്ന് ഇങ്ങനെ തുടക്കിയാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിനാണ് ഈ 53,000 രൂപ ചെലവാക്കി. അത് കുഞ്ഞാൽ കാലാകാലം ഉണ്ടാവോ? ഇത് ഒരു 10 മിനിറ്റിന്റെ ടൈമിനൊക്കെ നമ്മൾ ചെയ്യുന്നത്. അത് ഓർക്കും ആദ്യം. അത് പൈസ ഒക്കെ വരട്ടെ, അതായത് ഓവർഫ്ലോ ആയിട്ട് പൈസ വരണം. ആകാശത്തുനിന്നോ അല്ല ലോട്ടറി എടുക്കേണ്ടി വരും. ഓവർഫ്ലോ ആയിട്ട് പൈസ ഒക്കെ വരും. നമ്മളൊരു പരിപാടി വെച്ച് നമ്മൾ കല്യാണമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. കല്യാണം എല്ലാം കഴിഞ്ഞ് ചെയ്തിട്ടൊരു കാര്യമില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത്. വൃത്തിയേടാണോ ചോദിക്കുക പോരെ മൊത്തത്തിൽ ഈ ഉള്ള ലുക്ക് ഒക്കെ കമ്പി കൊടുക്കാൻ നമുക്കറിയാവോ? നിങ്ങൾ എവിടുന്ന് കൊടുത്താലും, നിങ്ങൾ ഇനിയിപ്പോ എങ്ങനെ കൊടുത്താലും എങ്ങനെ കൊടുത്താലും വൃത്തിയേടാവും. ഈ അന്തരം പറയും ഉമ്മ പറഞ്ഞ കാര്യം സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഹലോ, ഇവിടെ പെരും മഴ പെയ്ത്, പെരും മഴ നല്ല ഇടിയും മിന്നും മഴയും കാറ്റും. ഒരു 1.5 മണിക്ക് തുടങ്ങിയിട്ട് 3:30 മണി വരെ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തെ ദോശൻ്റെ മാവുണ്ട്, അതിനൊക്കെ കുറച്ച് നെയ്യപ്പം കിട്ടുക, പണിക്കാരുണ്ടല്ലോ. അതിൽ ഷജ്മി പുട്ടുപൊടി ഇട്ട് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യലുണ്ടോയെന്ന് കമൻറ്റ് പറയാം. പിന്നെ അജ്മി പുട്ടുപൊടി ഇട്ട് വെള്ളവും പറഞ്ഞ് നെയ്യപ്പം ചുടാൻ പോവാം. നെയ്യപ്പം ചുടുക. നിങ്ങളുടെ നെയ്യപ്പം സൂപ്പറല്ലേ? ഇല്ല, നിങ്ങൾ ചോറ് തിന്നാണ്ടല്ലോ. എനിക്ക് അപ്പം വേണ്ട. അപ്പം ഞാൻ അപ്പം ചൊടി പാത്തുമ്മ ഇപ്പം വരും മാപ്പിള. അങ്ങനെ ഉണ്ട്. അപ്പം സൂപ്പറല്ലേ? ഞാൻ സ്വന്തം വീഡിയോ എടുത്ത മക്കളെ അവനവിടെ മുമ്പിൽ കളിക്കാണ്. തൊട്ടൊന്ന് ശരിയായിക്കാന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കണേ. എന്തൊക്കെയാണല്ലോ ഫുഡ്? ചമ്മന്തി, 2 സൈസ് ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, പച്ച ചമ്മന്തി, ചീനപ്പറക്കി ചമ്മന്തി, അതെനിക്ക് ഇഷ്ടപ്പോ. പിന്നെ കർമൂസ് താളിച്ചതും, പിന്നെ മാങ്ങയും ഉണക്ക ചെമ്മീനിട്ട് വരട്ടിയതും. അങ്ങനെയുണ്ട്. എനിക്ക് ഉണക്ക ചെമ്മീൻ ടേസ്റ്റ് ഇഷ്ടമില്ല പൊതുവെ. അങ്ങനെ ചമ്മന്തി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്ന് അറിയാം. ഉഷാറല്ലേ? മഴ എങ്ങനെയുണ്ട്? മഴ പെയ്ത ഫുള്ള് മഴ കൊണ്ടുണ്ട്. നാളെ പനിയായിരിക്കും ഇനി. ഇപ്പോൾ അവിടെ കറണ്ട് പോയി, അപ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോറുന്നീ അണപ്പം ചുട്ടോ. നമ്മളെ പണി എവിടെ കാണിച്ചു തരാം. ഭയങ്കര ഒച്ചപ്പാടാണ്, കേൾക്കൂല. മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ലേ. ഇതാണ് ചെക്കൻ്റെ റൂമിൻ്റെ അവസ്ഥ. വെള്ളം
കുത്തിയിട്ടുണ്ട് കേട്ടോ. അതുണ്ടോ കുട്ടിയുടെ കാണുന്നില്ലേ? കുട്ടിയൊക്കെ സെറ്റാക്കി അവരിവിടെ വാതിലിന് സ്പ്രേ പെയിന്റ് അടിക്കുക. എങ്ങനെ അടിക്കിയത്? ഇതെവിടെ തെറിക്കൂല സുഖത്തെ? എവിടെ തെറിക്കൂല ഇത്? ഫ്രണ്ടത്തടിച്ച് അതടിച്ചോ? അല്ലത് എന്നാ അലമാര മൊത്തം നനഞ്ഞിട്ടുണ്ടാവില്ലെന്ന്. ഇങ്ങനെയാണോ ഞാൻ കൂടെ അന്നേ പറഞ്ഞാല് അങ്ങനെ ഈ വാതിലൊക്കെ തുറന്നു വെച്ചിരിക്കാനോ? ഇല്ല നനഞ്ഞിക്കില്ല കേട്ടോ. ഓ ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? മൂക്കിലും വായിലൊക്കെ കുത്തുന്ന മൂക്കിലും വായിലൊക്കെ കുത്തുക. പോയ മൂക്കിലും വായിലൊക്കെ കുത്തുന്നുണ്ടത്. അപ്പം ഇതിൻ്റെ നിങ്ങൾ വരുമ്പോൾ വാതിലൊക്കെ അടക്കണേ ആണോ? ആ ഡോറും പിന്നെ ഈ റൂമിലത്തെ ജനാല കുത്തിയിട്ടേ. ആ അതല്ല ഈ റൂമിൻ്റെ അതിൽ കിടക്കൊക്കെ ഉള്ളതാ. ലൈറ്റ് പോയിക്കോളെ. ലൈറ്റിട്ട ചിലപ്പോൾ പാട്ട് വരും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ. ഇതെപ്പോൾ സെറ്റാവുന്ന ആർക്കറിയാം. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി പിന്നെ കാണിക്കാം കേട്ടോ. ഇതൊക്കെ പിന്നെ ഇടുമെന്ന് എനിക്കറിയില്ല. രാത്രിയായി ഞാൻ ഇന്ത്യ ബംഗ്ലാദേശ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ UCL ഫൈനലുണ്ട്. റയൽ മാസസ് ഡോർട്ട്മുണ്ട്. നമ്മൾ റയൽ ഫാനാണ്. ഇന്ന് എനിക്ക് റൂമിൽ എവിടെയും സ്ഥലമല്ല കിടക്കാൻ. അപ്പം ഞാൻ ഇതാ ഇവിടെയാണ് കിടക്കണത്. മേലെ പെയിൻ്റ് അടിച്ചിട്ട് കുത്താണ്. അപ്പം ഇവിടെ ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് കിടക്കണത്. അപ്പം ഉമ്മാൻ്റെ വ്ളോഗ് ആയിരുന്നു ഇന്ന് മൊത്തം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഉമ്മാനങ്ങനെ സെറ്റാക്കി കൊണ്ടുവരണം, വ്ളോഗ് എടുപ്പിക്കണം. ഇനി മുതൽ ഉമ്മയാണ് ഫുള്ള് വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ എഡിറ്റിങ് മാത്രം. അപ്പം വേൾഡ് കപ്പ്, യൂറോ കപ്പ്, കോപ്പ കപ്പ് എല്ലാം കൂടി വന്നിട്ട് ഈ മാസം ഫുള്ള് കളിയാണല്ലായിരിക്കും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ.